ഹലോ, അസ്സലാമു അലൈക്കും. കേരളത്തിൽ നടക്കുന്ന ഒരു കൂട്ടക്കൊലപാതകമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് 2 മണിക്കൂറിനുള്ളിൽ 3 സ്ഥലത്തായി 23കാരൻ കൊന്നത് 6 ജീവനുകളെയാണ്. പോലീസുകാരും നാട്ടുകാരും അമ്പരന്നു പോയത്. 23കാരനായ അഫാൻ പോലീസ് സ്റ്റേഷനിലെത്തി നേരിട്ട് കീഴടങ്ങുകയായിരുന്നു. സ്വന്തം വീട്ടിൽ ബന്ധുക്കളെയും കാമുകിയടക്കം 6 പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. കാമുകിയെയും സഹോദരനെയും കൊലപ്പെടുത്തി 5 പേരെ കൊലപ്പെടുത്തിയത് തൻ്റെ ബിസിനസ് തകർന്നതിൻ്റെ നൈരാശ്യമാണെന്നാണ് അറിയിപ്പ്. സാമ്പത്തിക ബാധ്യത എന്ന് കേട്ടു. നാടിനെ മുഴുവൻ നടുക്കിയ കൊലപാതകം നടന്നത് പിതൃമാതാവിനെയും പിതൃസഹോദരനെയും അവരുടെ ഭാര്യയെയും സുഹൃത്തിനെയും സ്വന്തം ഉമ്മയെയുമാണ് ആക്രമിച്ചത്. ഉമ്മ ഒഴികെ മറ്റുള്ളവർ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരേ ഒരാൾ ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ്, ആശുപത്രിയിലാണ്. അഫാൻ്റെ മാതാവാണത്. അഫാൻ്റെ പിതാവ് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. സ്വന്തം ചോരയെ വരെ അതിക്രൂരമായി കൊലപ്പെടുത്തി. പോലീസ് എത്തി നോക്കുമ്പോൾ അവിടെ ചോരയിൽ ഒലിച്ചു കിടക്കുന്ന അനുജനെയാണ് കണ്ടെത്തിയത്. അതിനുശേഷം മാതാവിനെ ശ്വാസമുണ്ടെന്ന് കണ്ടപ്പോൾ അതിവേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയായിരുന്നു. പണത്തിന് വേണ്ടിയാണ് ഈ 5 പേരെയും കൊലപ്പെടുത്തിയത്. മുഖം മൂടി ശ്വാസം മുട്ടിച്ച ശേഷമാണ് മുഖത്തിന് അടിച്ചിട്ടുള്ളത് എന്നാണ് നിഗമനം. പാങ്ങോടുള്ള ഉപ്പാടെ വീട്ടിൽ പോയി അവിടുത്തെ വല്യമ്മയെ ഇതേ ആവശ്യം മൂലം കൊലപ്പെടുത്തിയത്. അതായത് പണം നൽകണം, അല്ലെങ്കിൽ പണയപ്പെടുത്താൻ സ്വർണ്ണാഭരണം നൽകണം എന്നായിരുന്നു അഫാൻ എന്ന 23കാരൻ ആവശ്യപ്പെട്ടത്. ഇക്കാര്യം നിരസിച്ചതോടുകൂടിയാണ് അവരെ അതിക്രൂരമായി ആക്രമിച്ചത് എന്ന് അഫാൻ പോലീസിനോട് പറയുകയുണ്ടായി. അതിനുശേഷമാണ് ബന്ധുക്കളുടെ വീട്ടിൽ പോയത്. അതുകഴിഞ്ഞ് അഫാൻ തൻ്റെ കാമുകിയെ കൊണ്ടുവന്നു വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അഫാൻ കാമുകിയെ വീട്ടിൻ്റെ മുകളിലെ നിലയിൽ എത്തിക്കുകയും അവിടെ കൊണ്ടുപോയി ഇരുന്നു കൊണ്ടാണ് കാമുകിയെ കൊലപ്പെടുത്തിയെന്ന് പോലീസിൻ്റെ വെളിപ്പെടുത്തൽ.